പ്രിയങ്ക ഗാന്ധി വിളിച്ചിരുന്നു നിങ്ങൾ എല്ലാവരെയും കാണാൻ, നമ്മളെ കാണാൻ. അവരുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്, വയനാട്ടിലാണ്. ഉടനെ വരുമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. അവർ വരുന്ന സന്ദർഭത്തിൽ കുടുംബത്തോടൊപ്പം ജനങ്ങളെ കൂട്ടി അവരെ കാണാൻ, അവരോട് സംസാരിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാകുമെന്ന് അവർക്ക് ഈ പൊതുസമൂഹത്തിൽ വെച്ച് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായി നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, രാത്രിയാത്രാ നിരോധനം പരിഹരിക്കാൻ, അതുപോലെ നമ്മുടെ റെയിൽവേ പ്രശ്നം പരിഹരിക്കാൻ അവർ കർണാടകയുമായി ഇപ്പൊ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അവർ അങ്ങോട്ട് വരുന്നുണ്ട്, ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. വയനാടിനെ കാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ പൂർണ്ണ മനസ്സോടുകൂടി സഹായിക്കുമെന്ന് കർണാടക ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ രാത്രിയാത്രാ നിരോധനം, നമ്മുടെ ട്രൈബൽ ഡെവലപ്മെന്റിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നമ്മുടെ കർഷകരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഓരോ പ്രയാസങ്ങൾ, നമ്മുടെ ബദൽ റോഡിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ കർഷകന്റെ പ്രയാസങ്ങൾ ഉൾപ്പെടെ ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നോ ആ പ്രശ്നങ്ങൾ മുഴുവൻ അവധാനതയോടുകൂടി പരിഹരിക്കാൻ ഏറ്റവും വലിയ ഒരു ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധിയോടൊപ്പം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ഏറ്റെടുക്കുന്ന ദൗത്യം പാർലമെന്റ് സമ്മേളനം 25-ാം തീയതി ആരംഭിക്കും. ആദ്യം ഏറ്റെടുക്കുന്ന ദൗത്യം അങ്ങവിടെ ചൂരൽമലയിലെ മുണ്ടകയിലെ പാവപ്പെട്ട ആളുകൾ ജൂലൈ 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്ക് ആ കുടുംബത്തെ മുഴുവൻ ഉരുൾ വിഴുങ്ങിയപ്പോ ഓടി വന്നവരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. നയാ പൈസ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇതുവരെ കാര്യമായ ഒരു പദ്ധതിയും ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദൗത്യം അതിന്റെ അവരുടെ പുനരധിവാസമാണ്. അവർക്കുള്ള പണം എത്തിക്കാൻ ആവശ്യമായ നടപടികളാണ്. L3 കാറ്റഗറിയിൽ ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ വിമുഖത കാട്ടുന്ന നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഇത് ശരിയല്ല എന്ന് പറയാൻ, അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ഒരു ധീരമായ ലീഡർഷിപ്പ് നമുക്കുണ്ട്. രാജ്യത്തിന് വേണ്ടി പടഞ്ഞു മരിച്ച ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി, രാജ്യത്തിന് വേണ്ടി പടഞ്ഞു മരിച്ച രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട മകൾ, രക്തസാക്ഷിത്വത്തിന്റെ പാവനമായ കഥ പറയുന്ന വീട്ടിൽ നിന്ന് വയനാടിന്റെ മാമരം നാടുകളിലൂടെ കറങ്ങി ഇവിടെയുള്ള ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇതിന് നേതൃത്വം കൊടുക്കാൻ പാർലമെന്റിലേക്ക് അവരെ മഹാഭൂരിപക്ഷത്തിന് തെരഞ്ഞയച്ച നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.